എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രേയ. എല്ലാവർക്കും ശ്രേയസ്വലിക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്രത്യേകത എന്ന് നിങ്ങളുടെ ബോഡി ഒന്ന് മുഴുവനായിട്ട് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് പോയി. ഇവിടുത്തെയും കൂടെ പല്ല് പോവാണെങ്കിൽ ഞാൻ കറക്റ്റ് മൊയിലായിരുന്നേനെ. ശരിക്കും എനിക്കിപ്പോ പല്ലൊന്നും തേക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആദ്യമേ ഈ മേളത്തെ ഇത് കണ്ടോ, ഈ പല്ല് പറിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ പല്ല് അത് നല്ലപോലെ ആടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പറിക്കാൻ വേണ്ടി ആ പല്ല് ആടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ ഇത് നല്ലപോലെ ആടുന്നില്ല, കുറച്ചേ ആടുന്നുള്ളൂ, എങ്കിലും ആടുന്നുള്ളൂ, പക്ഷെ കുറച്ചേ ആടുന്നുള്ളൂ, പിന്നെ ഈ രണ്ട് പല്ലും കൂടെ ആടുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങളത് കേട്ടപ്പോഴേ ടെൻഷൻ അടിച്ചു. എന്നിട്ട് ഈ പല്ല് ആട്ടുന്നതിന്റെ കൂടെ ചേച്ചൻ പറഞ്ഞു മോനെ താഴത്തെ കൂടെ ആട്ടാൻ. അപ്പൊ ഞാൻ എങ്ങനെയാ ആടുന്നറിയോ, ഈ രണ്ട് അല്ലിട്ടിട്ട് ഇങ്ങനെ, എന്നിട്ട് ഇതിട്ടിട്ട് ഇങ്ങനെ 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 ആടിയപ്പോ ഞാൻ ഒരു ദിവസം ബിരിയാണി കഴിക്കാം. അപ്പൊ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക തരം പോലെ ഒരു എല്ലുണ്ട് എന്ന് വെച്ചാൽ രാത്രി ആയിരുന്നു. അപ്പം അതിന് വേറൊരു എല്ലുണ്ട്, ഒരു സ്പെഷ്യാലിറ്റി എല്ല. അപ്പൊ അത് ഞാൻ കടിച്ചപ്പോഴേക്കും ഈ പല്ലങ്ങ് വേദന എടുത്തിട്ട് പൊളയുക. ആണ്ട ഈ പല്ല് വേദന എടുത്തിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മ ആരെയും കോൾ ചെയ്യുക. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് വേദന എടുക്കുന്ന നല്ല കാര്യം, പിന്നെ ഒന്നും കാട്ടിക്കുന്നു പറഞ്ഞു. പിന്നെ വേദന എടുത്തിട്ട് ഈ പല്ല് എനിക്ക് വേദന എടുത്തിട്ട് മേലെ. അപ്പൊ ഞാൻ പിന്നെ ഈ പല്ല് കുറച്ച് ദിവസം ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇത് അങ്ങ് ആടുക, നല്ലപോലെ ആടുന്നുണ്ട്. അപ്പൊ ഞാനും പിന്നെ വിചാരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഞാനും ആട്ടി കൊടുത്തു. ആ സമയം ഞാൻ ഒരു ദിവസം TV ഇങ്ങനെ രാവിലെ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇതാണ് ഈ എല്ലുണ്ട്, ഈ എല്ലിന്റെ ഈ എല്ല് ഇങ്ങനെ ആടുന്നു. ഞാനത് കണ്ടപ്പോഴേക്കും എനിക്കിനി തോന്നിയത്, കാരണം ഞാൻ ചിലപ്പോൾ കൈ ഇട്ടും കൂടെ അല്ലേ നമ്മൾ ആട്ടുന്നത്, അപ്പൊ ഈ കൈ ആടുന്നതുകൊണ്ട് നമുക്ക് ആ ഫീലിംഗ് തോന്നും. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ നോക്കാം, അടുത്ത ദിവസം പറഞ്ഞു പിന്നെ നോക്കാം. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസമായപ്പോൾ അച്ഛൻ ഇങ്ങനെ പല്ല് ആട്ടാൻ വേണ്ടി ഇങ്ങനെ കിടന്നപ്പോൾ ഞങ്ങളുടെ കട്ടിലേൽ ആ സമയത്ത് അച്ഛൻ ഇവിടെയും കൂടെ ആടുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ മോനെ ആടുന്നുണ്ട്, നമുക്കേ നാളെ വല്ലതും പോയി അങ്ങ് പറിക്കാന്ന് പറയും. അപ്പൊ നാളെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഇന്നലെയോ മിനിഞ്ഞാന്നോ എങ്ങാണ്ടായിട്ടായിരുന്നു എൻ്റെ പല്ല് പറയുന്നത്. അപ്പം പോയി പറിച്ച് ആ സമയത്ത് അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം എടുത്ത് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് പല്ലൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വാ തുറക്കാൻ പറ്റും. കാരണം എന്താ, ഇവിടെയും പഞ്ഞി. എനിക്കാണെങ്കിൽ ഇപ്പം പല്ല് പറിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് കാണുമല്ലോ. എനിക്ക് ഇഷ്ടമാണ് പല്ല് പറിക്കുന്നത്, എങ്കിലും പറിക്കുമ്പോൾ എനിക്കൊരു വേദന പോലെ. അപ്പം അവിടെ ചെന്ന് ഈ പല്ല് പറിക്കുമ്പോൾ എനിക്ക് അങ്ങ് കിട്ടുന്നില്ല, കുഞ്ഞിരിക്കാ പല്ല് അത്, അപ്പൊ അതുകൊണ്ട് കിട്ടത്തില്ല. അപ്പം ആ പല്ലിനെ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അപ്പൊ വീട്ടിലോട്ട് കൊണ്ടുവരാം. പണ്ട് ഒരു ആദ്യത്തെ ഈ പല്ലെങ്ങാണ്ട് പറിച്ച സമയം മുതലാണ് ഞാൻ ഈ എടുക്കാൻ പോയത്, പല്ലൊക്കെ എടുക്കുന്നത്. അപ്പം എന്തൊക്കെയാലും ഇതാണ്ട് ഇത് കണ്ടോ, ഇവിടെ കാണുമ്പോൾ കറക്റ്റ് മുയലിനെ പോലെ അങ്ങനെ ഇതും കൂടെ പറയുമായിരുന്നെങ്കിൽ കറക്റ്റ് മുയലായിരുന്നു ഇങ്ങനെ കഴിക്കേണ്ടത്. അപ്പൊ എനിക്ക് പല്ലുപോലും തേക്കാൻ പറ്റുന്നില്ലേ. പല്ല് പറിച്ചതിന് പിറ്റേ ദിവസം തേക്കാൻ നോക്കിയപ്പോ ഇവിടെ പേസ്റ്റ് എടുത്തിട്ട്, ബ്രഷ് എടുക്കുന്നില്ല, പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴേ അറിയാൻ്റെ ഇതിന്റെ ഉള്ളിലോട്ടാണ് കയറി. ഞാനാണെങ്കിൽ എന്റെ പൊന്നേ പറഞ്ഞോണ്ട് അത് എടുത്ത് തുപ്പി എന്റെ പൊന്നെ ടെൻഷനായി. പക്ഷെ സാധാരണ ആൾക്കാരെ എങ്ങനെയാ പല്ല് കേൾക്കുന്നത്, ഇങ്ങനെയല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല, കണ്ണാടി എടുക്കുക എന്നിട്ട് അല്ല. ഇപ്പം അങ്ങനെയൊന്നും അല്ല, കണ്ണാടി എന്റെ ബൊന്ത കണ്ടോണ്ട് തേക്കുന്നതിനല്ല, എനിക്ക് പല്ല് കണ്ടോടാ, എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അവിടെ എവിടൊക്കെയാന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ഈ പല്ലും കൂടെ പോവായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാലോ കേട്ടില്ല. എന്തൊക്കെയാലും ഇപ്പൊ എന്നെ ഇനി മുതൽ മൊയിൽക്കുട്ടിന്ന് വിളിച്ചാൽ മതി, കറക്റ്റ് മൊയല കേട്ടപ്പോ പല്ലൊക്കെ വളരെ കാര്യം. ഇഷ്ടപ്പെട്ട എന്റെ ഈ ലുക്ക് ചിരിച്ചോണ്ടിരിക്കുന്നത് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, പണ്ടത്തെ ആണോ ഇപ്പോഴത്തെ ആണോ പറയണേ. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാരും വെക്കേഷനൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം സ്കൂളിലോട്ട് അങ്ങ് ചെല്ലേ. അപ്പൊ ബൈ.